ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ട് ഷോ കാണിക്ക് ഗണേശ. അരിയും തിന്ന് ആശാരിച്ചയും കടിച്ചിട്ട് പിന്നെയും നായയ്ക്ക് മുറുമുറുപ്പ് എന്ന പഴഞ്ചൊല്ല് പോലെ പകലന്തിയോളം മാടിനെ പോലെ പണിയെടുത്ത് പ്രതിമാസം 225 കോടിയിലധികം കളക്ഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന KSRTCയിലെ ജീവനക്കാർക്ക് സമയത്ത് ശമ്പളം കൊടുക്കാതെ കഴിഞ്ഞ 8.5 വർഷമായി കഷ്ടപ്പെടുത്തുകയാണ് LDF സർക്കാർ. മാനേജ്മെന്റിന്റെ പിടിപ്പുകേടും കട്ടുമുടിക്കലും കൊണ്ട് തകർന്ന ഈ വെള്ളാനയെ നന്നാക്കുവാൻ നോക്കാതെ മന്ത്രി ഗണേശൻ പാവപ്പെട്ട ജീവനക്കാരുടെ നെഞ്ചത്ത് കയറുകയാണ്. ചെങ്ങന്നൂറുകാരിയുടെ അച്ചായൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സൈറ്റിലാണ് താൻ നിൽക്കുന്നതെന്ന ഭാവമാണ് ഗണേശന്. കൃത്യമായി ശമ്പളം 1-ാം തീയതി തന്നെ വാങ്ങുന്ന ഗണേശനെ തൊഴിലാളികൾ വലിച്ചു കീറുന്നത് കാണുക. ഞങ്ങൾ ശമ്പളത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ 8.5 വർഷം കൊണ്ട് സമരം ചെയ്യുന്നത്, ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയല്ല, ഒരു അവകാശങ്ങൾക്കും വേണ്ടിയില്ല. ഞങ്ങളുടെ ശമ്പളം, ചെയ്ത ജോലിയുടെ ശമ്പളം കിട്ടുന്നതിന് വേണ്ടിയാണ് ശമ്പളം ചെയ്തത്. മന്ത്രിക്ക് ലഭിക്കുന്ന കാര്യമാണ് മന്ത്രി പറഞ്ഞത്. മന്ത്രിക്ക് ശമ്പളം കിട്ടുന്ന ഡേറ്റാണ് മന്ത്രി പറഞ്ഞത്. KSRTCയിലെ തൊഴിലാളികൾക്ക് കഴിഞ്ഞ 8.5 വർഷക്കാലമായിട്ട് ഇതുവരെ 2 മന്ത്രിമാർ മാറി മാറി വന്നു, വിവിധ CMDമാർ മാറി മാറി വന്നു. പക്ഷേ KSRTCയിലെ ഒരു തൊഴിലാളിക്കും ഇന്ന് വരെ കൃത്യമായിട്ട് 30-ാം തീയതിയോ അല്ല 1-ാം തീയതിയോ അല്ല 5-ാം തീയതിയോ പോലും ശമ്പളം കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. സർവീസുകൾ പക്ഷേ കാര്യമായിട്ടെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഒരു പണിമുടക്ക് വിജയം പറയാൻ പറ്റുമോ? ഇല്ല, സർവീസ് കാര്യമായിട്ട് പോകുന്നു പറയുന്നത് കേരളത്തിലെ സകല എംപാനൽ തൊഴിലാളിയും ബദലി തൊഴിലാളികളെയും പിന്നെ KSRTC സ്വിഫ്റ്റ് കമ്പനിയിലെ ഡ്രൈവർമാരെയും ഒക്കെ നിയോഗിച്ചുകൊണ്ടാണ്. നമ്മളതിൽ വിഷ്വലുണ്ട്, സ്വിഫ്റ്റ് ഡ്രൈവർമാർ വണ്ടി ഓടുന്ന വിഷ്വലൊക്കെ നമ്മളതിലുണ്ട്. അവരെ വെച്ചാണ് സർവീസ് ഉണ്ട്. KSRTCയിലെ സ്ഥിരം ജീവനക്കാരായ പറയുന്നത് ഇതൊരു പക്ഷേ ലാഭത്തിലാക്കാൻ കഴിയില്ല, പക്ഷെ നഷ്ടമെങ്കിലും കുറയ്ക്കാൻ വേണ്ടി ഈ ജീവനക്കാരുടെ പൂർണ്ണ പിന്തുണ ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. ഈ 1-ാം തീയതി ശമ്പളം കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണെന്നാണ് അദ്ദേഹം ഇപ്പോഴും വ്യക്തമാക്കുന്നത്. സാറേ, മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും കൃത്യമായി 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ അതാത് ഡിപ്പാർട്ട്മെന്റിലെ ചെയർമാൻമാർക്കോ CMDമാർക്കോ വകുപ്പ് മന്ത്രിമാർക്കോ കഴിയുന്നുണ്ട്. KSRTCയിൽ തൊഴിലാളികൾ മാസം 200-220 കോടിയോളം രൂപ എല്ലാ മാസവും കൊണ്ടുവന്നിട്ടും KSRTCയിലെ തൊഴിലാളിമാർക്ക് മാത്രം ശമ്പളം കൊടുക്കാൻ നമ്മുടെ മന്ത്രിസഭയ്ക്കോ മാനേജ്മെന്റിനോ കഴിയുന്നില്ല. ഞങ്ങളുടെ ആവശ്യങ്ങൾ അവരുടെ നിരപരാധിത്വമാണ് തെളിയിച്ചത്. അവർക്ക് അവരെ കൊണ്ടൊന്നും കഴിയുന്നില്ല, സർക്കാർ ഒന്നും കൊടുക്കുന്നില്ല. സർക്കാർ എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ മാത്രമേ അവർക്ക് ശമ്പളം നൽകാൻ കഴിയൂ എന്നാണ് അവർ പറയുന്നത്. ഞങ്ങള് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഒരു ട്രാൻസ്ഫർ ഞങ്ങളുടെ തൊഴിലാളികളെ പീഡിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാരെ ഉൾപ്പെടെ കേരളത്തിന്റെ നാനാ സൈഡുകളിലേക്ക് വനിതകൾ ഉൾപ്പെടെ ട്രാൻസ്ഫർ ചെയ്തു. അത് നിയമവിരുദ്ധമാണ് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിയും CMDയും അത് പരിഹരിക്കാമെന്ന് പറഞ്ഞു. അത് പരിഹരിച്ചില്ല. പുതിയ മന്ത്രി വന്നു, അദ്ദേഹത്തിനോട് പറഞ്ഞു ഞങ്ങളുടെ വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ വിദൂര സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു. ഞങ്ങളൊരു 10-20 പേരുടെ ലിസ്റ്റ് കൊടുത്തു. ഞങ്ങൾ സമരം ചെയ്യുന്നത് ശമ്പളത്തിന് വേണ്ടി അല്ലേ? ഞങ്ങളത് വീണ്ടും ഞങ്ങൾ ശമ്പളം എന്താ അത് മൂടി വച്ചിട്ട് 16-ാം തീയതിയും 18-ാം തീയതിയും 20-ാം തീയതിയും ശമ്പളം കൊടുത്ത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞങ്ങൾ എത്ര വർഷം കൊണ്ട് സമരം ശമ്പളത്തിന് വേണ്ടി ചീഫ് ഓഫീസും സെക്രട്ടറിയുടെ നടയിലും സമരം ചെയ്യുന്നു. മന്ത്രി മറ്റു യൂണിയനുകളുടെ സഹകരണം ഉണ്ടാവാത്ത എന്തുകൊണ്ടാണ്? മറ്റു യൂണിയനുകൾ എന്ന് പറയുന്നത് BMSകാര്, അത് മറ്റു യൂണിയന്റെ CITയുടെയും BMSന്റെയും പിന്നെ പ്രവർത്തകരെല്ലാം ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് ഓഫീസിലെ ഒഴിഞ്ഞ മേശകളായാലും മെക്കാനിക്കൽ സെക്ഷനായാലും ഒക്കെ നിങ്ങൾ പോയി അറ്റൻഡൻസ് പരിശോധിക്കണം. ബദലികളെ ഉപയോഗിച്ച് നടത്തുന്ന സർവീസുകൾ നടത്തി വണ്ടി ഓടിയത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും പണിമുടക്ക് പരാജയപ്പെട്ടെന്ന് പറയരുത്. ബദലികളാണ് ഓടിയത്. ഇതിലൊന്ന് ജനങ്ങൾ പോലും ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. യാത്രക്കാർ കുറവാണ്. ഇന്നത്തെ കളക്ഷൻ നോക്കണം. പാടത്ത് ജോലി വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞ പിണറായി വിജയൻ സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ഞങ്ങളുടെ ശമ്പളം എന്താ? ആ പിണറായി വിജയൻ സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ തെരുവോരങ്ങളിൽ ഞങ്ങൾ സമരം ചെയ്യേണ്ട ഗതികേടല്ലേ? ശമ്പളം തന്നിട്ട് ഞങ്ങൾ കാണിക്കുന്നത് കോപ്രായമാണ് എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുന്നു. ശമ്പളമില്ല, DA ഇല്ല, പെൻഷനില്ല. ഈ സർക്കാർ വന്നിട്ട് ഒരു പുതിയ വണ്ടി വാങ്ങിയില്ല. ഞങ്ങളുടെ കൈകളിൽ നിന്നും പിരിച്ച പൈസ NBSഉം LICയും PF പോലും തരുന്നില്ല. അതിനെതിരെയാണ് ഞങ്ങൾ ഈ സമരം. ഞങ്ങൾ ധർമ്മസമരമാണ്, ഞങ്ങൾ അക്രമമല്ല. പണിമുടക്ക് പൂർണ്ണ വിജയമാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി മുതൽ ഇവിടെ ഉണ്ട്. ഇപ്പൊ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഒരു അനിഷ്ട സംഭവം ഉണ്ടായപ്പോഴാണ് ഞങ്ങളൊരു പ്രതിഷേധത്തെ പോയി. ശമ്പളം ചോദിച്ച ഞങ്ങളെ ഒരു കാര്യം ചെയ്യാം, പിണറായി സർക്കാരിന്റെ പോലീസ് ഞങ്ങളെ ഒന്നിലങ്ങ് തുറങ്കിലടക്കി. ഞങ്ങളല്ലെങ്കിൽ കൊന്നുകളാ. ഞങ്ങൾക്കൊന്നിയിൽ ജയില് അല്ലെങ്കിൽ ജോലി ചെയ്ത കുടുംബം പോറ്റാൻ വേണ്ടിയല്ലേ?
നിങ്ങൾക്കറിയാം സെക്രട്ടേറിയറ്റിലെ MP-മാരുടെ MLA-മാരുടെ ഒക്കെ ശമ്പളം 4-5 ഇരട്ടി. ഇവിടെ ചീഫ് സെക്രട്ടറിയുടെയും ഞങ്ങളുടെ ഈ കേസ് പോലും മാറ്റി വാദിക്കുന്ന നമ്മളെ നീതിപീഠമായ കോടതിയിലെ പോലും വലിയ വലിയ റിട്ടയർഡായ ആൾക്കാർക്ക് വാരി കോരി കൊടുക്കുമ്പോൾ പാവപ്പെട്ട ഈ തൊഴിലാളികളുടെ ഞങ്ങളുടെ ശമ്പളം, ഞങ്ങൾക്ക് ഒരു നികുതി പണവും വേണ്ട, ഞങ്ങൾ കൊണ്ടുവരുന്ന ശമ്പളം തരാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം സർക്കാരും മാനേജ്മെന്റും മന്ത്രിയും കാണിച്ചിട്ടാണ് പറഞ്ഞെങ്കിൽ ഞങ്ങളത് അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ നിന്നതായിരുന്നു. ഞങ്ങൾ ഒരു കാലത്ത് അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ സപ്പോർട്ട് ചെയ്ത് നിന്നതാണ്. എന്നിട്ട് ഞങ്ങളെ തള്ളിപ്പറയാനുള്ള ഒരു ആർജവം, ശമ്പളം തരാതെ കാണിക്കുന്ന ആ ഒരു മനസ്സ് ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. അതുകൊണ്ട് വനിതാ ജീവനക്കാരുൾപ്പെടെ ഉള്ളവർ പല ഭാഗങ്ങളിൽ നിന്ന് ഈ സമരത്തിൽ ഉൾപ്പെടെ വന്ന് പങ്കെടുക്കുന്നുണ്ട്. അവരെ ഉൾപ്പെടെയുള്ള ഞങ്ങൾ ട്രാൻസ്ഫറൊന്നും അല്ല, ശമ്പളമാണ് വിഷയം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയും സർക്കാരും കണ്ണു തുറക്കണം. ഈ KSRTC തൊഴിലാളികളുടെയും KSRTC നിലനിർത്താനുള്ള കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യണം. പണിമുടക്കിന് വളരെ നേരത്തെ ഞങ്ങൾ നിയമപരമായിട്ടാണ് ഈ പണിമുടക്ക് നടത്തുന്നത്. മാനേജ്മെന്റിനും സർക്കാരിനും മന്ത്രിക്കും ലേബറിലും നേരത്തെ കത്തുകൊടുത്ത് നിയമപരമായി നടത്തുന്ന ഒരു സമരമാണ്. അത് ഞങ്ങൾ ആ രീതിയിൽ തന്നെ സമാധാനപരമായിട്ടാണ് സമരം നയിക്കുന്നത്. പോലീസുകാരെ ഉപയോഗിച്ച് അടിച്ചമർത്തുകയാണെങ്കിൽ ഞങ്ങളെ തുറങ്കിലടക്കി വെടിവെച്ച് കൊല്ലുക ചെയ്യുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.